സതീശൻ സർക്കാരിൻ്റെ 5 ഗ്യാരണ്ടികളിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ബാധ്യത ഉണ്ടാകാൻ പോകുന്ന പദ്ധതിയാണ് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരുന്ന ഇൻഷുറൻസ് ആരോഗ്യ പദ്ധതി. സംസ്ഥാനത്ത് ഏതാണ്ട് 75 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്കും 25 ലക്ഷം വരെയുള്ള ചികിത്സ ഇൻഷുറൻസ് കമ്പനികളിലൂടെ ഗ്യാരണ്ടി ചെയ്യുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന് ഏറ്റവും കുറഞ്ഞത് ഒരു 15,000 കോടി രൂപ മുതൽ 20,000 കോടിയോളം രൂപയുടെ ബാധ്യത ഉണ്ടാക്കും. ആരോഗ്യമേഖലയിൽ സംസ്ഥാനം നേടിയ വലിയ നേട്ടങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകി വരുന്ന സംഭാവനകൾക്കൊപ്പം തന്നെയാണ് സ്വകാര്യ മേഖലയുടെയും ഇടം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, സർക്കാർ ആശുപത്രികളിൽ ഒട്ടേറെ പ്രശ്നങ്ങളും പരിമിതികളും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോഴും അതിൻ്റെ സാന്നിധ്യം സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലെ ചൂഷണത്തിൻ്റെ ശക്തി പലപ്പോഴും കുറച്ചു നിർത്താൻ സഹായിക്കും. സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിൽ പ്രതിവർഷം ഏതാണ്ട് 20,700 കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെക്കുന്നതെങ്കിൽ 42,000 ആളുകൾ ആ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. പൊതുമേഖല ആരോഗ്യ മേഖലയുടെ ചില പ്രതിസന്ധികൾക്കെതിരെ ജനങ്ങളുടെ പൊതുവികാരത്തെ മനസ്സിലാക്കിക്കൊണ്ടാകാം UDF വലിയൊരു ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളുടെ കൈയടി വാങ്ങാൻ ശ്രമിച്ചത്. എന്നാൽ ആരോഗ്യരംഗത്തെ ഇൻഷുറൻസ് എന്ന സമീപനം തന്നെ ആരോഗ്യം സംരക്ഷിക്കൽ ഒരു അവകാശമല്ല, അതൊരു കമ്മോഡിറ്റിയാണ്, ചരക്കാണ് എന്ന ആശയമാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു വശത്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നു. മറുവശത്ത് സ്വാഭാവികമായി ആരോഗ്യ ഇൻഷുറൻസിന് യോഗ്യത നേടിയിട്ടുള്ള കുടുംബാംഗങ്ങൾ ഏറ്റവും മുന്തിയ ചികിത്സ ആകട്ടെ എന്നു കരുതി സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള അവരുടെ താല്പര്യം വർദ്ധിക്കാനും ഇത് അവസരം ഉണ്ടാക്കും. ഇവിടെയാണ് സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികൾ ജനങ്ങൾക്ക് വലിയ ഭാരമാണെങ്കിൽ പോലും അവർ നൽകുന്ന സേവനത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ വൻകിട സ്വകാര്യ ആശുപത്രികൾ അന്തർദേശീയ കോർപ്പറേറ്റുകൾ കഴിഞ്ഞ നാളുകളിൽ ഏറ്റെടുത്ത വസ്തുത കൂടി ഇവിടെ ഓർത്തെടുക്കേണ്ടത്. ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള വൻകിട കമ്പനികൾ, KKR തുടങ്ങിയ അമേരിക്കൻ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ഇത്ര വലിയ താല്പര്യത്തോടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അപ്പുറം സംസ്ഥാന സർക്കാരിനെ പോലും വെല്ലുവിളിക്കുന്ന ആസ്തിയുള്ള ഈ സ്വകാര്യ കമ്പനികൾ ഈ സ്വകാര്യ ആശുപത്രികളെ ഏറ്റെടുക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത്, അവർ ഉദ്ദേശിക്കുന്നത് വലിയ തരത്തിലുള്ള ആരോഗ്യ കച്ചവടത്തെ പരമാവധി ഉപയോഗപ്പെടുത്തലാണ്. അതിൽ വിദേശ ടൂറിസ്റ്റുകളെ ഒക്കെ ഇവിടെ ചികിത്സിപ്പിക്കാനുള്ള അവസരം അവർ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പിടിമുറുക്കലിനെ കൂടുതൽ സഹായിക്കുന്ന തരത്തിൽ ഈ ഇൻഷുറൻസ് പദ്ധതി മാറാൻ ചില അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസ് സമീപനങ്ങൾ ഒട്ടേറെ അനാശാസ്യപരമായ അനുഭവങ്ങളാണ് അതിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞ നാളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ആരോഗ്യ ഇൻഷുറൻസിന്റെ ഭാഗമായി ഒരു രോഗി ചികിത്സയ്ക്ക് വിധേയനാകുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസിന്റെ കവറേജുമായി ബന്ധപ്പെട്ടുള്ള ചില വിട്ടുവീഴ്ചകൾക്ക് ഇല്ലെങ്കിൽ അധിക ചികിത്സയ്ക്ക് അവിടുത്തെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വിധേയമാകുന്നത് ധാർമ്മികമായി ആരോഗ്യ മേഖലയിൽ ഒരു പ്രതിസന്ധി സാർവദേശീയമായി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് മോറൽ ഹസാർഡ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിച്ചത്. ആ വിഷയത്തിൽ ഡോക്ടർ കെന്നത്ത് അരോ നടത്തിയ പഠനത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുന്നത്, കേരളം ആരോഗ്യ മേഖലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ നിന്ന് വലിയ പ്രതീക്ഷകളുണ്ട് എന്നിരിക്കെ അതിനെ തൃപ്തിപ്പെടുത്താൻ പൊതുമേഖല ആരോഗ്യ സംവിധാനം ഇനി ഒട്ടേറെ മെച്ചപ്പെടുത്തേണ്ട അവസരത്തിൽ ജനങ്ങൾക്കെല്ലാവർക്കും സുരക്ഷിതമായ ആരോഗ്യ സേവനം സർക്കാർ സംവിധാനത്തിൽ നൽകാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികളെ അവരുടെ സേവനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രശ്നങ്ങൾക്ക്
ആരോഗ്യ ഇൻഷുറൻസ് എന്ന ഒറ്റമൂലിയിലൂടെ പരിഹാരം കാണാൻ സതീശൻ സർക്കാർ ശ്രമിക്കുന്നത് ആരോഗ്യ മേഖല അവകാശമല്ല, അതൊരു ചരക്കാണ് എന്നുള്ള സാർവദേശീയ കുത്തകകളുടെ മുദ്രാവാക്യത്തിനെ താലോലിക്കലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പഞ്ചമുദ്രാവാക്യങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം കയ്യടി വാങ്ങിയിട്ടുള്ളതാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എങ്കിൽ പോലും അത് സംസ്ഥാനം നേടിയ ആരോഗ്യ മേഖലയുടെ മുന്നേറ്റത്തിന് വലിയ തരത്തിലുള്ള തിരിച്ചുണ്ടാക്കാനുള്ള സാധ്യത സജീവമാക്കും.